തിരിച്ചു കിട്ടിയ അമൃതകുംഭവുമായിട്ട് ദേവലോകത്തേക്ക് പോകുമ്പോൾ ആ കുംഭത്തിൽ നിന്ന് ചില തുള്ളികൾ ഭൂമിയിൽ വീണത്രേ. അത് വീണ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. അവിടെയാണ് ഈ കുംഭമേള നടക്കാറ്. 12 കൊല്ലം കൂടുമ്പോഴത് നടക്കുന്നത്. അവിടെ ചെല്ലുന്നതും ഗംഗയിൽ സ്നാനം ചെയ്യുന്നതൊക്കെ വളരെ വിശിഷ്ടമാണ്. എന്നാ നമുക്ക് തീർച്ചയായിട്ടും പോണം. അമ്പലങ്ങളിൽ പോകുന്നത് എനിക്കിഷ്ടാ. ആ കഴിഞ്ഞോ? കഴിയും. ഇത്രയും കൂടി ജീവൻ ബാക്കിയുണ്ട്. നിന്നെ കാണാനില്ലല്ലോടി. ഓ പണിയാ നീലേ. 24 മണിക്കൂറും എനിക്കിട്ട് പണിയാ നീലേ. നീ അറിഞ്ഞോ, ടെറസിലിരിക്കുന്ന വാട്ടർ ടാങ്ക് മുഴുവനെ താഴേന്ന് വെള്ളം കൊണ്ടുപോയി ഞാൻ നിറച്ചു. നീ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അതെ അതെ, ഇപ്പൊ ലോൺ നനച്ചിട്ട് വരുന്ന വഴിയാ. ഇങ്ങനെ പോയാലേ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങി പോവും. ഏത് നീല്? നീൽ മഹേഷ്. അതാരാ? അങ്ങനെ ചോദിക്കുമോളെ. ഒരു നീൽ മഹേഷ് ആരാവൻ? പോവാൻ പറവനോട്. നിങ്ങളാരാ? മോളെ തുടരുതന്നെ. അന്യരെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയോ? ഏതമ്മ? ആരുടെ അമ്മ? എനിക്ക് അമ്മയില്ല, ആരുമില്ല. ഐ ആം ആൻ ഓർഫൻ, അനാഥ. മോളെ മോളെ വിടുന്നേ. തമാശ കാണിക്കല്ലേ? നീ ആരാ? ആരും എന്റെ അടുത്തേക്ക് വരരുത്. എല്ലാരും ചതിയന്മാരാ. മയിൽപ്പീലി തരാന്ന് പറയും, തരില്ല. കളിപ്പാട്ടങ്ങൾ തരാന്ന് പറയും, തരില്ല. എത്രയോ കാലമായിട്ട് ഞാനൊരു പിയാനോ ചോദിക്കുന്നു. തന്നോ? ആരെങ്കിലും ഇത് വാങ്ങി തന്നോ? നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നടത്തിത്തരാം. വേണ്ട, ഇനി വേണ്ട. ആവശ്യം കഴിഞ്ഞൊരു സാധനം കൊണ്ട് എന്താ പ്രയോജനം? കിട്ടിയാലും ഉപേക്ഷിക്കേണ്ടി വരും. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അമ്മയ്ക്ക് പേടിയായിട്ട് വയ്യ. എന്തിനാ കരയുന്നേ? കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. കരയല്ലേ? കരയാതിരുന്ന ഞാനൊരു കൂട്ടം തരാം. ഇത് മതിയോ? വേണ്ട, ഇത് ശരിയാവില്ല. ഇതായാലോ? ഇതും അത്ര പോരാ. നല്ലൊരു സാധനം പോലും ഈ വീട്ടിലില്ല. എടുത്തിട്ട് പോയൊക്കെ. ആർക്ക് വേണം ഇതൊക്കെ? നീ എന്താ കാണിക്കുന്നത്? നീ എടുത്തോണ്ട് പോയത്. മോളെ നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ കാണിക്കുന്നേ? ഇവരറിഞ്ഞിട്ട് നീ പോവാതിരുന്നത് ഒട്ടും ശരിയായില്ലെന്ന എന്റെ അഭിപ്രായം. നീ ചെന്നിരുന്നെങ്കിൽ അവൾക്കൊരു ആശ്വാസമായേനെ. ആരെയും തിരിച്ചറിയുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ പോയിട്ട് എന്താ പ്രയോജനം? ആരെയും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നിന്നെ തിരിച്ചറിയില്ലെന്നാണോ? പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എന്നെ ഏതായാലും തിരിച്ചറിഞ്ഞില്ല, വേദയുടെ വീട്ടുകാരെയും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പോയി കാണാൻ നിനക്കൊരു ബാധ്യതയില്ലേ? എത്ര ഒഴിഞ്ഞാലും നീ കാരണമല്ലേടാ അവൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. എന്നെ മാത്രം ആരും കുറ്റം പറയണ്ട. അവൾക്ക് കുറച്ചുകൂടി ക്ഷമ കാണിക്കാമായിരുന്നു. നീലേ, ഒരു മാതിരി വില കുറഞ്ഞ കാമുകന്മാരെ പോലെ സംസാരിക്കല്ലേ. വേദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം
സൗകര്യപൂർവ്വം മറക്കുക നീ ഇപ്പോ. ജാതക ദോഷത്തിന്റെ പേരില് നീ സ്വാതി വിവാഹം ചെയ്യാൻ പോയപ്പോ വേദ എതിർക്കുക ചെയ്തത് അല്ലേ? അങ്ങനൊരു ദോഷം നിന്റെ ജാതകത്തിലുണ്ടെങ്കിൽ അതിന്റെ ദുരിതം ഞാൻ അനുഭവിച്ചോളാം എന്നല്ലേ അവള് പറഞ്ഞത്. അതും നീ സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞപ്പോ വേദ നിന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. എന്നിട്ട് പാതിരാത്രി ആ വീടിന്റെ മതിൽ ചാടി ചെന്നതാരാ? നീയല്ലേ? നിന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ച വേദയെ അതിനനുവദിക്കാതെ ഓരോന്നും പറഞ്ഞ് നിന്റെ കൂടെ നിർത്തി. നീ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ആ പാവത്തിനെ വിശ്വസിപ്പിച്ചു. ഒടുക്കം സ്വാതിയെ മറക്കാൻ നിനക്ക് പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞപ്പോഴല്ലേ അവൾ തകർന്നു പോയത്. എടാ, നിന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാ അവളിപ്പോ ഇങ്ങനെ ആയത്. നിന്നെ ഒരിക്കലും കിട്ടില്ല എന്ന് വന്നപ്പോ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. നീലേ, കുറ്റം നിന്റേത് തന്നെയാ. നിനക്ക് വേണമെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത ന്യായങ്ങളും പറഞ്ഞു ഒഴിയാം. പക്ഷെ ദൈവം നിന്നെ വിടില്ല. ഈ ചതിക്ക് ദൈവമായിരിക്കും നിന്നോട് പകരം ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനായിരുന്നെങ്കിൽ എന്തിനാ നീ അവളെ മോഹിപ്പിച്ചത്? മോഹിപ്പിച്ച് വഞ്ചിക്കുന്നതിനെ കാട്ടി വലിയ പാപം വേറെന്തെങ്കിലും ഉണ്ടോ? സത്യം പറയാലോ, എനിക്കിപ്പോ നിന്നോട് തോന്നുന്നത് വെറുപ്പാ. ഇങ്ങനൊരാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കാലം നിന്നേന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. കൃത്യമായൊരു നിലപാടെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ഭാഗത്ത് വേദയും അവളുടെ അസുഖവും, വേറൊരു ഭാഗത്ത് അതിന്റെ പേരിൽ വേദനിക്കുന്ന ഏട്ടൻ. വേദ ഇങ്ങനെയാവാൻ കാരണം ഞാനാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ എനിക്ക് ഇത്രയും വിഷമം. എടി, നിനക്കതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ ഭർത്താവായി വേണോന്ന് ആഗ്രഹിക്കാൻ അവളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ആഗ്രഹിച്ചെന്നെ കിട്ടിയ തിരിച്ചടിയായത്. പക്ഷേ ഒരു പെൺകുട്ടിയാ, അത് നമ്മൾ ഓർക്കണ്ടേ? ഓർക്കണ്ട. നമ്മുടെ ജീവിതത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഓർക്കാതിരിക്കുന്നതാ നല്ലത്. വേദയുടെ സ്ഥാനത്ത് നിനക്കായി ഗതികേട് വന്നിരുന്നെങ്കിലോ? നീ അവരോട് കാണിക്കുന്ന ദയ അവർ നിന്നോട് കാണിക്കുമായിരുന്നോ? എവിടുന്ന്? അതൊരു അവസരമാക്കിയെടുത്ത് ഇവളെ ഒഴിവാക്കിയേനെ. എടി, സഹതാപം വേണ്ടെന്നല്ല, അത് ഓവറാകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. ഇപ്പൊ തന്നെ നീലിനെ ഇവള് പറഞ്ഞു വിട്ടു. അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പോകണമെന്ന് നീലിന് തോന്നുവാണെങ്കിൽ പൊക്കോട്ടെ, നീ ആരും നിർബന്ധിക്കണ്ടായിരുന്നു. ഏട്ടൻ അനുഭവിക്കുന്ന സങ്കടം കണ്ടപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞ്. വേറെ ആരെയല്ലല്ലോ, വേദയല്ലേ. പോയി കാണേണ്ടത് ഏട്ടന്റെ ബാധ്യതയല്ലേ? ആ ഒരു ബാധ്യത നാളെ നിനക്കൊരു ബുദ്ധിമുട്ടായാലോ? അച്ഛാ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടെ വേണം നീ ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ആ, ഞാനൊരു വഴി പറയാം. നീ അവിടെ ചെന്ന് അവളെ ഒന്ന് കാണുക. ഇവളുടെ സാന്നിധ്യത്തിൽ അവൾ എങ്ങനെ പെരുമാറുന്നറിയാൻ അത് നല്ലൊരു മാർഗമാണ്. അങ്ങനെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛാ, നീലിനെ ഒഴിവാക്കി പ്രശ്നം ഇവൾക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. ഏയ്, അതൊന്നും നടക്കും തോന്നുന്നില്ല. നീലിന്റെ സ്ഥാനത്ത് നീല് തന്നെ വേണ്ടി വരും. ഏതായാലും ഇവളൊന്ന് പോട്ടെ. ഇത്രയും വലിയ ദുരിതം സംഭവിച്ചിട്ട് വന്നൊന്ന് കണ്ടില്ലെന്ന് പറയില്ലല്ലോ ആരും. അത് ശരിയാ. പക്ഷേ കാണുമ്പോൾ വേദയുടെ പ്രതികരണം അതെങ്ങനെയായിരിക്കും? അറിയില്ല, എന്തും പ്രതീക്ഷിക്കാം. അവള് വയലന്റ് ആയാൽ? വേണ്ട മോളെ, നീ പോണ്ട. പോണോ അമ്മാവാ? ഞാൻ പോവും. അവൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, എന്നാലും ഞാൻ പോവും. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു ഡോക്ടർ അത് പറയുമോന്ന്. പറയണം. നിങ്ങൾ തമ്മിൽ അറിയാന്നല്ലേ പറഞ്ഞത്? ആ ബന്ധം ഉപയോഗിക്കണം.